അല്ല അത് അന്നേരമല്ല, ഇപ്പോഴും ഞാൻ ഇൻഡസ്ട്രിയുടെ ഭാഗമായോ എന്ന് എനിക്ക് അറിയില്ല. ഇത്രയും നല്ല സിനിമകൾ ഈ ഒരു അതെ, കാരണം ഇതിന്റെ ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡി എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ പ്രോജക്റ്റുകളെല്ലാം എന്നെ അന്വേഷിച്ച് വരുന്ന പ്രോജക്റ്റ്, അല്ലാതെ ഒരു സിനിമ ഇങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ ഉണ്ടാക്കിയെടുത്ത് അങ്ങനത്തെ ഒരു കാര്യങ്ങളിലും ഞാൻ ഇൻവോൾവ് അല്ല. അത്തരം ബന്ധങ്ങളും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇൻഡസ്ട്രി എങ്ങനെ റൺ ചെയ്തു എന്നുള്ളത് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും ബ്ലാങ്കാണ്. ഇപ്പോൾ ഞാൻ വിനീതിന് വേണ്ടിയിട്ട് ഒരു കഥ ആലോചിക്കുന്നു. വിനീത് അത് ലാൽ ജോസ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു. ലാൽ ജോസ് സാർ അത് കേട്ടിട്ട് നമുക്കിത് ദിലീപിൻ്റെ പറ്റിയ ക്യാരക്ടറാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളതിൽ രണ്ടുപേരും അതാണ് മനസ്സിൽ ഉദ്ദേശിച്ചത്. അങ്ങനെ ദിലീപേട്ടൻ്റെ അടുത്ത് എത്തുന്നു, ചേട്ടൻ ഓക്കെ അടിക്കുന്നു, പ്രോജക്റ്റ് ആകും. ഞാൻ എന്തോ ഭാഗ്യത്തിന് പറഞ്ഞ കഥകളൊന്നും സിനിമയാവാതിരുന്നിട്ടില്ല. മാവേലിക്കര സ്വദേശിയാണ്, അങ്ങനെ അവിടെ ആയിരിക്കും പഠനമൊക്കെ നടന്നിരിക്കുന്നത് അല്ലേ? അത് കഴിഞ്ഞ് പട്ടാമ്പിയിൽ +2 കോളേജ് പഠിച്ചു. ഇതിന്ന് ഈ കൊച്ചിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ആ തുടക്കം തൊട്ടിപ്പം വരെ എങ്ങനെയായിരുന്നു? ഇപ്പം കൊച്ചിയിൽ തന്നെയാണ്. അതെ കൊച്ചിയിലാണ്. അപ്പം അതെങ്ങനെയായിരുന്നു? മാവേലിക്കര നിന്ന് പ്രീ ഡിഗ്രിക്ക് പട്ടാമ്പിക്ക് വരുന്നു. പിന്നെ നമ്മൾ ജോലി സംബന്ധമായിട്ട് ഞാൻ മംഗളത്തിൽ ജോലി ഫസ്റ്റ് വരുമ്പോഴാണ് കൊച്ചി വരുന്നത്. ഇവിടുന്നാണ് മാതൃഭൂമിയിലേക്ക് ഞാൻ ജോലി മാറി പാലക്കാടേക്ക് പോകുന്നു. മംഗളത്തിൽ എന്തായിട്ടായിരുന്നു? മംഗളത്തിലും ഞാൻ സ്പേസ് മാർക്കറ്റിംഗ് ആണ്, കൊമേഴ്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണല്ലോ മാർക്കറ്റിംഗ്. അപ്പോൾ അവിടുന്ന് പിന്നെ മാതൃഭൂമിയിലേക്ക് പോന്നു. മാതൃഭൂമിയിൽ നിന്ന് പിന്നെ എറണാകുളത്ത് വരുന്നത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് 2013 വരുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം വന്നപ്പം തോന്നിയായിരുന്നോ ഞാനൊരു ഡിസ്കണക്റ്റഡ് ഇൻഡസ്ട്രിയിലാണ്, ഇതുവരെ ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ അതെങ്ങനെയായിരുന്നു അത് മാനേജ്? അല്ല അത് അന്നേരമല്ല, ഇപ്പോഴും ഞാൻ ഇൻഡസ്ട്രിയുടെ ഭാഗമായോ എന്ന് എനിക്ക് അറിയില്ല. ഇത്രയും നല്ല സിനിമകൾ ഈ ഒരു അതെ, കാരണം ഇതിന്റെ ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡി എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ പ്രോജക്റ്റുകളെല്ലാം എന്നെ അന്വേഷിച്ച് വരുന്ന പ്രോജക്റ്റ്, അല്ലാതെ ഒരു സിനിമ ഇങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ ഉണ്ടാക്കിയെടുത്ത് അങ്ങനത്തെ ഒരു കാര്യങ്ങളിലും ഞാൻ ഇൻവോൾവ് അല്ല. അത്തരം ബന്ധങ്ങളും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇൻഡസ്ട്രി എങ്ങനെ റൺ ചെയ്തു എന്നുള്ളത് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും ബ്ലാങ്കാണ്. അപ്പം ദിലീപേട്ടൻ്റെ അടുത്ത് എങ്ങനെയായിരുന്നു? അല്ല അതാ ഞാൻ പറഞ്ഞത്, അരവിന്ദൻ കഴിഞ്ഞിട്ട് വന്ന ഓഫറുകളിൽ ഒന്നാണ് ഇത്. ഇപ്പോൾ ഞാൻ വിനീതിന് വേണ്ടിയിട്ട് ഒരു കഥ ആലോചിക്കുന്നു. വിനീത് അത് ലാൽ ജോസ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു. ലാൽ ജോസ് സാർ അത് കേട്ടിട്ട് നമുക്കിത് ദിലീപിൻ്റെ പറ്റിയ ക്യാരക്ടറാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളതിൽ രണ്ടുപേരും അതാണ് മനസ്സിൽ ഉദ്ദേശിച്ചത്. അങ്ങനെ ദിലീപേട്ടൻ്റെ അടുത്ത് എത്തുന്നു, ചേട്ടൻ ഓക്കെ അടിക്കുന്നു, പ്രോജക്റ്റ് ആകും. എല്ലാ പ്രോജക്റ്റുകളും അങ്ങനെയാണ്. അതെ ഞാൻ എന്തോ ഭാഗ്യത്തിന് പറഞ്ഞ കഥകളൊന്നും സിനിമയാവാതിരുന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ അതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഭയങ്കര ലക്കിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ലക്കിയാന്ന് പറഞ്ഞിട്ടില്ല, ഹാർഡ് വർക്കറാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാർഡ് വർക്കറാണ് പറഞ്ഞത്. എന്തായാലും ആർക്കും ഒരു ബുദ്ധിമുട്ടും വരുത്തില്ല, പേര് ദോഷം ഇല്ല ഇതുവരെ ഇല്ല. പേര് നിലനിർത്തി പോകണമെന്ന് മാത്രമാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ എനിക്ക് ഈ സിനിമയും അരവിന്ദനേക്കാളും നന്നായി വന്നിട്ടുണ്ടെന്ന് വെച്ച് പലരും പറയുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത സിനിമയാണ് ഇനി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കഴിഞ്ഞു. അപ്പം ചേട്ടൻ തന്നെ പറഞ്ഞതാണ് ഇങ്ങനെ നമ്മൾ വായിക്കുന്ന ബുക്കുകൾ ഏതാണ് കൂടുതൽ അതിൽ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആകാം അങ്ങനെ. അപ്പം ഇപ്പം ചെയ്തിരിക്കുന്ന എല്ലാം കുറച്ച് എൻ്റർടൈനേഴ്സ് ആണ്. ഇപ്പോൾ ചെയ്തത് ഒരു ഫണ്ണി ജോണറാണ്. അപ്പോൾ ഒരു ക്രൈം ത്രില്ലർ എന്തെങ്കിലും പ്രതീക്ഷിക്കാം? ബുക്സ് വായിക്കാറുണ്ടോ? ബുക്സ് വായിക്കുന്നത്, ക്രൈം ത്രില്ലർ വായിക്കുന്നത് കുറവാണ്, കാരണം അത് എൻ്റെ ഒരു ടേസ്റ്റ് അല്ല. പക്ഷേ ഇപ്പോൾ ഈ സിനിമ കണ്ടാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ്. ഒരു ഹൈഡ് ആൻഡ് സീക്കാണിത്. ഇപ്പം നമ്മൾ CBIയിലൊക്കെ ഒരു മർഡറെ കണ്ടുപിടിക്കുന്ന പോലത്തെ ഒരു അന്വേഷണം ഈ സിനിമയിലുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ള ആ ഹുക്കിംഗ് ലൈൻ അതാണ്. അപ്പോൾ ഞാനൊരു ത്രില്ലർ എൻ്റെ മനസ്സിൽ കഥയായിട്ട് വന്നിട്ടുണ്ട്. ഒരു വില്ലേജ് പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു ക്രൈം ത്രില്ലർ. അതും പക്ഷേ ഇമോഷണലായിരിക്കും. സിനിമകൾ കാണാറുണ്ടോ? ഇഷ്ടം പോലെ. ഓക്കെ. അപ്പം അതിൽ നിന്നൊക്കെ എങ്ങനെ ഇൻപുട്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത്? അത് നമ്മളിപ്പോൾ അവരുടെ ഒരു വേ ഓഫ് നറേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ അപ്ഡേഷൻ ഞാൻ കൃത്യമായിട്ട് നോക്കും. അതിനു വേണ്ടിയൊരു സിനിമ ആണ്. പക്ഷേ അത് അതിൻ്റെ അഡാപ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല, സ്വാധീനിക്കും സിനിമ. നമ്മുടെ ആ വേ ഓഫ് മേക്കിങ്, അവരുടെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ പാറ്റേൺ, ക്യാരക്ടറിൻ്റെ ആർക്ക്, ഒരു 3 ആക്ട് സ്ട്രക്ചറിൽ പോകുന്നതിൻ്റെ ഒരു സംഗതികളെല്ലാം. നമ്മൾ ഇടയ്ക്ക് ജിത്തു ജോസഫിൻ്റെ പിക്ചേഴ്സൊക്കെ കാണുമ്പോഴും അവിടെ ചില ഇങ്ങനെ അലിഗേഷൻസ് ഒക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ അതൊരു അഡാപ്റ്റ് ചെയ്തതാണ് അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ ഒരു അഡാപ്റ്റേഷനിൽ താല്പര്യം വരുന്നത്? ഇല്ല. സ്വന്തം. പക്ഷേ നമ്മൾ ഇപ്പോൾ ചില സിനിമകൾ നമ്മൾ മനഃപൂർവ്വം എടുത്തില്ലെങ്കിൽ പോലും അതിന് ഈ പരാതി കേൾക്കാറുണ്ട്. ഇത് ആ സിനിമയാണ്, ഈ സിനിമയാണ്
അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഡെലിബറേറ്റ്ലി അടിച്ചു മാറ്റുന്നവരുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് ഭയങ്കര ധൈര്യം വേണം. അതെ അതെ. അപ്പം ഇപ്പം കുടുംബത്തിൽ ഇപ്പം നമ്മൾ ബാക്കിയെല്ലാം സംസാരിച്ചു, പക്ഷെ ഫാമിലിയെ പറ്റി ഒന്ന് പറയാൻ പറ്റും? ഭാര്യ മഞ്ജു ഹൗസ് വൈഫാണ്. 2 മക്കൾ, ഒരാൾ അതുൽ, രണ്ടാമത്തവൻ അമൽ. അതുൽ ഇപ്പം ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞു. ഞെട്ടിയോ? ഇല്ല ഇല്ല. ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞു. അവൻ VFX ആർട്ടിസ്റ്റാണ്. ഇപ്പം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവരും ഇതിലോട്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും ഫിലിം മേക്കിംഗ് തന്നെയാണെന്ന് തോന്നുന്നു അവൻ്റെ പാഷൻ. രണ്ടാമത്തെ ആൾ +2 ഇപ്പം പവി കെയർടേക്കർ എന്ന ഒരു ആ പേരെങ്ങനെ വന്നു? അതാണ് മെയിനായിട്ട് എനിക്ക് അറിയേണ്ടത്. ഒരു പ്രത്യേക തരത്തിലുള്ള പവിത്രനാണ് പവി നായകൻ. എല്ലാവരും പവിയേട്ട, പവി എന്ന് വിളിക്കുന്നു. അയാളുടെ ജോലി ഒരു ഫ്ലാറ്റിന്റെ കെയർ ടേക്കറാണ്. അതൊരു വലിയ ജോലിയായിട്ടാണ് പുള്ളി കരുതി വെച്ചിരിക്കുന്നത്. ഒരു ആഡംബര ഫ്ലാറ്റിലെ കെയർ ടേക്കർ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളവർക്ക് എപ്പോഴും അതൊരു വലിയ ജോലി. അതെ അതെ അതെ. അത് കാരണം അങ്ങനത്തെ ആറ്റിറ്റ്യൂഡും കാണിക്കും. ഇപ്പം നമ്മൾ ഫ്ലാറ്റിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റിക്ക് ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മൾ അവിടെ ഇൻമേറ്റ്സോ അല്ലെങ്കിൽ ഗസ്റ്റുകൾ വന്നാൽ അവർ ഗസ്റ്റിൻ്റെ അവർ നോക്കിയിട്ടാണ് അവരുടെ പെരുമാറ്റം. അവർ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത്, അങ്ങനെ തന്നെ പറയാം, ഡെലിവറി ബോയ്സിനെയാണ്. അതിനകത്തൊരു സുഖം കിട്ടുന്നുണ്ട്, ആ ഒരു സുപ്പീരിയോറിറ്റി ഉണ്ട്. അപ്പോൾ അത്തരം ചില അധികാരങ്ങൾ ആഘോഷിക്കുന്ന മനുഷ്യനാണ് പവിത്രൻ. അപ്പം ഈ സിനിമ ഇങ്ങനെ മനസ്സിൽ വന്നപ്പോഴും ദിലീപ് എന്ന ആക്ടറിനെ അതിലോട്ട് പ്ലേസ് ചെയ്തപ്പോഴും എപ്പോഴെങ്കിലും ഒരു ചെറിയൊരു ഫീല് വന്നിട്ടുണ്ടായിരുന്നോ? വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഫ്യൂച്ചർ ഓഫ് ദ മൂവി? ഇപ്പോഴത്തെ കുറേ കോൺട്രവേഴ്സീസ് ഉള്ളത് കൊണ്ട് അങ്ങനെ എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയത്? ഇല്ല ഇല്ല. ആർട്ടും ആർട്ടിസ്റ്റും രണ്ടല്ലേ. അത് സെൻസിബിൾ ആയിട്ടുള്ള ആളുകൾ അങ്ങനെ അത് എടുക്കുകയുള്ളൂ. അല്ലാത്തവരെ നമ്മൾ എന്തിനാ ബോധർ ചെയ്യുന്നു? ഇപ്പോൾ അങ്ങനെ ആർട്ടിസ്റ്റുകളെ വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര ക്ലാസിക് പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും, എത്ര പെയിൻറ്റിങ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ ആഘോഷിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും എത്രത്തോളം നമുക്ക് അവരുടെ വർക്കിനപ്പുറത്തേക്ക് അവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ് വേറെ, ആർട്ട് വേറെ. അപ്പം സിനിമയിൽ വരും മുന്നേ എന്തായാലും കുടുംബജീവിതമൊക്കെ തുടങ്ങിയത്? അതെ, വളരെ നേരത്തെ തുടങ്ങി. വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് തുടങ്ങിയത് കുടുംബജീവിതം. ലവ് മാരേജ് ആയിരുന്നു? ലവ് മാരേജ്. എൻ്റെ കസിൻ തന്നെയാണ്, എൻ്റെ മുറപ്പെണ്ണാണ്. ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച്, നമ്മുടെ എല്ലാ അറിയാവുന്ന എൻ്റെ പാർട്ട്ണറാണ്. അപ്പം രാജേഷേട്ടൻ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലായിരുന്നു, മാധ്യമത്തിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്റ്റേബിൾ ജോബ്. തീർച്ചയായിട്ടും. അതിനുശേഷം എന്തായി തീരുമെന്ന് പോലും അറിയാത്ത, ഇത്രയും ആ സമയത്തൊക്കെ ഒരു അൺറീച്ചബിൾ ഇൻഡസ്ട്രിയാണ്, നമുക്ക് എന്താണ് എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് എഴുതി തുടങ്ങിയപ്പോൾ ഡിപ്രഷൻ, എന്തെങ്കിലും വർക്കൗട്ട് ആവാതിരിക്കുന്ന സമയത്തോ എന്തെങ്കിലും ഡിപ്രഷൻ തോന്നിയിട്ടുണ്ടോ? അത് എപ്പോഴെങ്കിലും മാധ്യമത്തിൽ തിരിച്ചു പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? ആ സമയത്തൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ കോവിഡ് വന്നപ്പോൾ ഞാൻ ഭയന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പേടിച്ചത് അതാ. കാരണം ഞാനൊരു 10-12 വയസ്സ് മുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ആളാണ് ലൈഫിൽ. ഒരാളെ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ആ സമയത്തൊന്നും നമുക്ക് ഭയം ഉണ്ടാവും. കാരണം നമ്മൾ ഒറ്റയ്ക്കാണ്. ഞാൻ എന്നെ മാത്രം നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് കുടുംബം വന്നപ്പം ജോലിയായി, ആ സ്റ്റെബിലിറ്റി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ കോവിഡ് വന്നപ്പം ഞാൻ ശരിക്കും പേടിച്ചു. എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് ഭയങ്കരമായിട്ട് തന്നെ. അപ്പോൾ ഒന്ന് ഡിസ്കറേജ്മെന്റ് തോന്നിയില്ല? എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോഴ്? ഇല്ല, അത് കുറച്ച് നാൾ നീണ്ടുന്നുള്ളൂ. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നേ പറ്റുള്ളൂ. അപ്പം നമ്മളത് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. തിരിച്ചു മാധ്യമത്തിൽ പോകാൻ തോന്നിയോ? ഇല്ലില്ല, അല്ല, അത് പോസിബിൾ അല്ല. ഒരു പരിധി വരെയും പോസിബിൾ അല്ല. നമ്മൾ സിനിമയുടെ ഭാഗമായാൽ സ്പേസ് സെല്ലിങ്ങിനൊക്കെ നല്ല സാലറി ആയിരിക്കുമല്ലോ. സാലറി വൈസ് അല്ല ഞാൻ പറഞ്ഞത്. വൺസ് നമ്മളൊരു സിനിമ വന്ന്, എൻ്റെ അതിനു മുന്നേ അരവിന്ദൻ ഹിറ്റായി, 3 ഡോട്ട്സ് ഹിറ്റായി, 2 കൊമേഴ്സ്യൽ ഹിറ്റുള്ള ഒരു റൈറ്റർ വീണ്ടും ഒരു ജോലി എന്ന് പറയുന്ന മൈൻഡ് സെറ്റ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പാടാം. ഒരു നിവൃത്തിയില്ല, നമ്മൾ പോകും. അത് നിലനിൽപ്പിന്റെ ഭാഗമാണ്. ചിലപ്പോൾ കൊറോണ കുറച്ചുകൂടെ നാള് സസ്റ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ പോയേനെ. പക്ഷെ അപ്പോഴത്തേക്ക് പ്രതീക്ഷ കൊണ്ട് OTT വന്നു. തിയേറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെബ് സീരീസ് വരും. അങ്ങനെ ഇപ്പം നമുക്ക് അറിയാവുന്ന വെബ് സീരീസ് തുടങ്ങിയായിരുന്നു ആ സമയത്ത്? എഴുതി തുടങ്ങിയായിരുന്നു? ഇല്ലില്ല, അതൊന്നും തുടങ്ങിയില്ല. പക്ഷെ എൻ്റെ ആ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, അത് വരും. അത് മതി നമുക്ക്. എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായാൽ മതി. പക്ഷെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് അതൊക്കെ മാറി സിനിമ ഫ്ലറിഷ്ഡായി. സിനിമ തിയേറ്ററിൽ ആളുകൾ ആഘോഷിക്കുന്നു, ഭയങ്കരമായിട്ട് തിരിച്ചു വന്നു. ഏത് സബ്ജക്റ്റും പരീക്ഷിക്കാൻ അവസ്ഥയിലേക്ക് മലയാള സിനിമ മാറി, ജനറേഷൻ മാറി. അപ്പോൾ അതൊക്കെ വലിയ ഭാഗ്യമാണ് ഇപ്പോൾ. പക്ഷെ ആ സമയത്ത് ഞാൻ ശരിക്കും പേടിച്ചു എന്നുള്ളത് വളരെ സത്യമാണ്.
അതിനെന്തിനു നമ്മൾ കള്ളം പറയുന്നത്? അതെ അതെ. ഭയങ്കര ഇൻസെക്യൂർഡ് ആയിരുന്നു ഞാൻ. അപ്പം വൈഫുമായിട്ടുള്ള ഡിസ്കഷൻസ് എന്തൊക്കെയായിരിക്കും? അല്ല, ഇത് തന്നെയായിരുന്നു, എങ്ങനെ മുന്നോട്ട് പോകും, നമ്മൾ എന്ത് ചെയ്യും, എല്ലാ കുടുംബത്തും സംസാരിക്കുന്ന കാര്യങ്ങൾ, മക്കളെ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ഒരുപാട്. എപ്പോഴായിരുന്നു ഒന്ന് സെറ്റായി വന്നത്? അല്ല, ഈ കോവിഡിന് മുമ്പേ ഞാൻ ഈ പ്രോജക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ ഇത് എന്ന് നടക്കുമെന്നുള്ള ഒരു ഇതില്ല, ഇല്ല. അത് ഭയങ്കരമായിട്ട് ബാധിച്ചു മാനസികമായിട്ടും. പക്ഷേ അത് ഞാൻ ഡൈവേർട്ട് ചെയ്ത് വിട്ടത്, ഒന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആവുക, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ നടക്കാൻ പോവുക, ഫ്ലാറ്റിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികളായി എൻഗേജ്ഡ് ആക്കാം. കാരണം അത് നമുക്ക് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല സത്യം, പക്ഷെ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക, ഏറ്റവും കൂടുതൽ ഞാൻ സിനിമ കണ്ട ആ സമയത്താണ്. എല്ലാ ക്ലാസിക്സും റിപ്പീറ്റ് കണ്ടത് ആ ഒരു പീരീഡിലാണ്. അത് അങ്ങനെയൊക്കെ എന്തൊക്കെയോ രക്ഷപ്പെട്ടു. രാജേട്ടൻ കഥ എഴുതുന്നത് ചേട്ടന് വേണ്ടിയാണോ അതോ ഓഡിയൻസിന് വേണ്ടിയാണോ? ഞാൻ സ്വന്തം സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണോ അതോ ഓഡിയൻസിന് വേണ്ടിയാണോ? അല്ല, ഇതിൽ 2 ഉത്തരങ്ങളാണ് ആ ചോദ്യത്തിന്. ഫസ്റ്റ് ഓഫ് ഓൾ, ആസ് എ റൈറ്റർ ഞാൻ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ എന്തിനാണ് എഴുതുന്നത്? ഓക്കെ അല്ലേ? അതെനിക്ക് ആദ്യമൊന്നും അത്തരം ചോദ്യങ്ങൾ എന്നെ, കാരണം ഞാൻ എഴുത്ത് സീരിയസ് ആയിട്ട് കണ്ടിരുന്നില്ല. ആ സമയത്ത് എഴുതുന്നു, പക്ഷേ ആ ചോദ്യം എന്നെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത്, എഴുതാതിരിക്കുമ്പോൾ, എഴുത്തുകാരനല്ലാതിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ബോർണാണ്. ഓക്കെ. അതായത് ഞാൻ ഭയങ്കര ഇൻസെക്യൂർഡ് ആണ്, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, ഭയങ്കര മൂഡ് സ്വിങ്സ് ഉണ്ട്, ഇറിറ്റേറ്റഡ് ആണ്, ഒരു രക്ഷയും ഇല്ലാത്ത. അതിൽ തന്നെ നമുക്ക് വൈ ആം ഐ റൈറ്റിംഗ് എന്നുള്ള ഒരു ആൻസർ കിട്ടി എനിക്ക് വേണ്ടി. അതെ. അപ്പം എനിക്ക് മനസ്സിലായത്, എനിക്ക് സന്തോഷം കിട്ടുന്നത് ഇത് എഴുതുമ്പോൾ ഞാൻ ഓക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമുക്ക് എന്ത് വിഷമം, എന്ത് തരം മൂഡും നമുക്ക് മാറ്റാൻ എഴുത്താണ് എൻ്റെ മെഡിസിൻ എന്ന് എനിക്ക് മനസ്സിലായി. അത് ഒരുപക്ഷെ എല്ലാ റൈറ്റേഴ്സിനും അതായിരിക്കും, എനിക്ക് മാത്രമല്ല. അവർ ചിലപ്പോൾ അത് ചോദിച്ചിട്ടുണ്ടോ, അവർക്ക് പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്നത് അതെ അങ്ങനെ ആയിരിക്കാം. ആൻഡ് ദെൻ ഫൈനലി എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്ന ഇതായിരിക്കും, അതല്ല ഓഡിയൻസിന് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്ന ഇത്, അങ്ങനെ ഒരു ഇത് രണ്ടും നോക്കും. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനല്ലല്ലോ, സിനിമ ആർക്ക് വേണ്ടിയിട്ടാണ്? തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകന് വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അയാളുടെ ടേസ്റ്റ് എന്താണ്, അയാൾക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത്, ആ ഒരു പർട്ടിക്കുലർ നടനിൽ നിന്ന് അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്, ഇതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നാമത് ഒരു കഥ വന്ന് ഒരു സ്ക്രീൻ പ്ലേയുടെ ഫസ്റ്റ് ഫോർമാറ്റ് വരുമ്പോഴേ ആ സിനിമ നമ്മൾ കണ്ടു. എൻ്റെ ആഗ്രഹം അല്ല, ഒരു സംശയവും വേണ്ട, ഒരു റൈറ്റർ ആ സിനിമ മനസ്സിൽ കൃത്യമായിട്ട് അയാളുടെ സിനിമ അയാൾ കണ്ടിട്ടുണ്ട്. പിന്നെ അയാൾ ചെയ്യുന്നത് ഡയറക്ടർക്ക് വേണ്ടിയിട്ടും പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ടും നാട്ടുകാർക്കും വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇത് എൻ്റെ ക്രിയേറ്റിവിറ്റി ആണെന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ മണ്ടയിൽ കയറി അടയിരുന്നിട്ട് ഒരു കാര്യമില്ല. അതങ്ങനെ ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും, അവർ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. കാരണം അവർക്ക് പ്രൊഡ്യൂസർ പറഞ്ഞാലും ഞാൻ മാറ്റൂല, ഡയറക്ടർ പറഞ്ഞാലും ഞാൻ മാറ്റത്തില്ല, ഇതാണ് എൻ്റെ സൃഷ്ടി എന്ന് പറയാൻ തൽക്കാലം എനിക്ക് ആമ്പിയറില്ല. ഞാൻ മാറ്റും, കുറച്ചൊക്കെ മാറ്റും. അതായത് എൻ്റെ സിനിമ ഞാൻ കണ്ടു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇതെന്താണ് വേണ്ടത്. പക്ഷെ എന്ന് വെച്ച് നമ്മൾ അതിൻ്റെ ഒരു കോർ എലമെന്റും ഒരു തൊടില്ല. പക്ഷെ ബാക്കി ചേരുവകൾ, ഒരു ഷെഫ് ഒരാൾക്ക് ബിരിയാണി കുറച്ച് സ്പൈസി ആവണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ കുറച്ച് സ്പൈസ് കുറയ്ക്കണമെന്ന് പറയുന്നു, ആ ജോലി കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. ഈ യൂണിവേഴ്സൽ പവേഴ്സിൽ വിശ്വാസം? യൂണിവേഴ്സൽ പവറിലല്ല, ഞാൻ സ്പിരിച്വലാണ്, റിലീജിയസ് അല്ല. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനത്തെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു മതം, ഞാൻ ഫോളോ ചെയ്യുന്ന ആചാരങ്ങൾ, ഇതെനിക്ക് സന്തോഷം തരുന്നുണ്ട്. പക്ഷേ ഞാൻ റിലീജിയസ് അല്ലെന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം, ആ ഒരു പർട്ടിക്കുലർ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഞാൻ സമൂഹത്തെ നോക്കി കാണാൻ ആഗ്രഹിക്കുന്നുമില്ല, ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നുമില്ല, ഒരിക്കലുമില്ല. എനിക്ക് സമാധാനം കിട്ടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പോയിരിക്കുക, വഴിപാട് കഴിക്കാനൊന്നുമല്ല, ആ പരിസരം എന്നെ ഭയങ്കര കംഫർട്ട് ആക്കുന്നു. പോസിറ്റീവ് എനർജി. അതെ, ആ അർത്ഥത്തിൽ ഞാൻ സ്പിരിച്വലാണ്. ഞാൻ ചോദിക്കാൻ കാരണം, ഒരു എഴുത്തുകാരന് ആദ്യം വിഷ്വലൈസ് ചെയ്താൽ മാത്രമേ, അതെ, ആ സിനിമ ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ മാത്രമേ അത് പൂർത്തീകരിക്കാൻ ആക്ച്വലി പറ്റത്തുള്ളൂ. അപ്പം വിഷ്വലൈസേഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മൂവിയിലേക്ക് എനിക്കൊരു റൈറ്ററിനെ കിട്ടി എന്നല്ല, ഒരു ഡയറക്ടറിനെ കിട്ടി, പ്രൊഡ്യൂസറിനെ കിട്ടി എന്നുള്ള ഒരു വിഷ്വലൈസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. അങ്ങനെ ഒരു എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ, പ്രാർത്ഥനയുടെ പ്രിപ്പറേഷൻ? എൻ്റെ ഫസ്റ്റ് സിനിമയാണ്. ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അതിങ്ങനെ ഗ്രാജുവലി സംഭവിച്ചു പോയതാണ്. വെറുതെ ഒരു ചർച്ചയിൽ ഈ കഥ
എനിക്ക് വന്നു, ആ കഥ ഞാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് താല്പര്യം വന്നു, അങ്ങനെ അങ്ങനെ അത് പ്രോജക്റ്റ്. എവിടെയെങ്കിലും ഒരു റൈറ്റർ, ഇപ്പം ബൈ ചാൻസ് ഒരു റൈറ്റർ ആയ ഒരാളാണ്, പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ വായന കൂട്ടിയപ്പോഴുമൊക്കെ? ഇത് എനിക്ക് നന്നായി എഴുതാൻ പറ്റുമെന്ന് ആദ്യം പറയുന്നത് എൻ്റെ ഭാര്യയാണ്. അന്ന് കാമുകയായിരുന്നു. അപ്പം അന്ന് നമ്മൾ കത്തുകൾ എഴുതുമല്ലോ, ഈ കത്തുകൾ വായിച്ചിട്ടാണ് അവൾ വളരെ തമാശയായിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നന്നായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പുസ്തകം വായിക്കുന്നുണ്ടെന്ന് ഒക്കെ അറിയാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പോടെ കിട്ടിയില്ലേ, അങ്ങനെയാണ് ഫസ്റ്റ് കോൺഫിഡൻസ് തരുന്നത് പുള്ളിക്കാരത്തിയാണ്. ഓക്കെ, അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ ഓർമ്മ വന്നതല്ലേ പിന്നെ എഴുതേണ്ടി വന്നപ്പോഴുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ. അതെ, ഇപ്പോൾ ഈ പടത്തിൽ തന്നെ കുറച്ച് ഇവർ കമ്മ്യൂണിക്കേഷൻ കുറച്ച് കുറിപ്പുകളിലൂടെ അതിൻ്റെയൊക്കെ പ്രാരംഭഘട്ടം അവിടുന്നേ തുടങ്ങി. ഓൾറൈറ്റ്, അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പവി കെയർടേക്കറിൻ്റെ വിജയത്തിലാണ്. അതെ, അതൊരു ഹ്യൂജ് സക്സസ് ആയി മാറട്ടെ. ഐ തിങ്ക് എപ്പോഴും തിയേറ്റേഴ്സ് എല്ലാം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു അവർ ഷോ. ആൻഡ് ഇനിയും നല്ല സിനിമകൾ വരുമ്പോൾ എനിക്ക് ഇനിയും സംസാരിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. ബിക്കോസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു കാര്യം ഈ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറലായിട്ടും അതുപോലെ തന്നെ ഗ്രൗണ്ടഡ് ആയിട്ടും യാതൊരു ഇപ്പോൾ ഒരു ഹിറ്റ് തന്നൊരു ജാട ഫീലിംഗ് പോലും ഇല്ലാത്തൊരു സംസാരമായിരുന്നു. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി അതിൽ നിന്നുള്ള ഒരു കണ്ടിന്യൂവേഷൻ ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ഞാനും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. വളരെ നിങ്ങളുടെ ചോദ്യങ്ങളും രസമായിരുന്നു, പ്രസൻറ്റേഷനും ഒക്കെ. അപ്പോൾ എന്നാലല്ലേ ഞാൻ നാച്ചുറൽ ആവണമെങ്കിൽ ആദ്യം നിങ്ങൾ നാച്ചുറൽ ആവണം. അല്ല, എന്നാലും ഒരു എഴുത്തുകാരൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. എല്ലാം വളരെ വെൽക്കമിങ്, ഏറ്റവും സാധു ജീവികൾ എഴുത്തുകാരൻ. അത് ഇന്നലെ വരെ ഞാൻ വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഭയങ്കര പക്വതയുള്ള പ്രായം ചെന്നൊരു, പക്ഷെ ഇന്ന് മുന്നിൽ എത്തിയപ്പോൾ വളരെ ചെറുപ്പക്കാരനായിട്ടാണ് തോന്നിയത്. ഇടയ്ക്ക് ആ ഒരു മകന്റെ ഏജ് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടിയില്ല എന്ന് പറഞ്ഞ വെറുതെ ആയിരുന്നു. എന്നാലും എനിവേസ് താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞില്ല, എഴുത്തും എല്ലാം നമ്മൾ നേരത്തെ തുടങ്ങി. കറക്റ്റ്. പക്ഷെ അത് നല്ലതായി, ഇപ്പൊ സ്റ്റേബിൾ ആവാൻ പറ്റും. അതെ. അപ്പൊ എന്തായാലും ദാശരഥൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രോസ്പെറിറ്റിയും എല്ലാ സക്സസും കിട്ടട്ടെ എന്ന്. ഇനി നല്ല നല്ല ലെറ്റ്സ് സീ ഹിന്ദി സിനിമാസ് വരെ ചെയ്യട്ടെ എന്ന്. സബ് ടൈറ്റിൽസ് യൂസ് ചെയ്ത് എന്തായാലും ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.